ഈ രാത്രി ഞങ്ങളുള്ളത് കോട്ടാപ്പാടത്ത് തന്നെയുണ്ട്. കോട്ടാപ്പാടത്തേക്ക് ഞങ്ങൾ ഈ രാത്രിക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നേരെ മാളിക്കുന്ന് വീട്ടിലേക്ക് പോകാനാണ്. മാളിക്കുന്ന് വീട്ടിൽ നാളെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ രാത്രി അമ്മായികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൽക്കുള്ള ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. കോട്ടാപ്പാടത്ത് നിന്നപ്പോൾ എൻ്റെ ഒരു അമ്മായിനെ അമ്മായിയുടെ കുട്ടനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു വണ്ടി എടുത്ത് നേരെ മാളിക്കുന്ന് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മായികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അമ്മായി കച്ചവടം ചെയ്യുന്ന സാധനങ്ങളാണ്. അമ്മായി കച്ചവടം ചെയ്യണില്ലേ 5-6 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പെനോയിൽ, അതേപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണ ലിക്വിഡ്, ഹാൻഡ് വാഷ്, പിന്നെ കംഫർട്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഇതിൽ വേറെ അമ്മായികളെ ഏൽപ്പിച്ചതും. അങ്ങനെ പിന്നെ ആരെങ്കിലും നാളെ പരിപാടിക്ക് വരുമ്പോൾ വാങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കൈ പിടിച്ചതാണ് അമ്മായി. ഞങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായി ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് കുറെ ആയി. അങ്ങനെ പിന്നെ നാളത്തെ പരിപാടിക്ക് കുറച്ച് ഉള്ളിയൊക്കെ തൊലിക്കാണ്ടായിരുന്നു. അതൊക്കെ തൊലിക്കലായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അലിഫാമും പൊറോട്ടയുണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമാരുടെ ആണ്ട് മൗലൂദായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അമ്മായികളൊക്കെ തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് വരുന്നില്ല നാളെ വരുന്നതെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. പിന്നെ അമ്മായികളൊക്കെ വന്ന് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നു. നാളെ കോട്ടാപ്പുറത്ത് വെച്ചിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇവരൊക്കെ പിന്നെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ പിന്നെ ഞാൻ കല്യാണത്തിന് പോണില്ല എന്ന് കരുതി അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. കോട്ടാപ്പുറത്ത് ഞാൻ നിന്നപ്പോൾ ഞാനൊരു ഹാൻഡ് ബാഗ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗ് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിയമോൾക്ക് കുറേ നിർബന്ധം വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓള് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വീഡിയോ. അപ്പോൾ പരിപാടിയുടെ വീഡിയോ ആയിട്ട് നാളെ വരാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.